ട്രംപിന്റെ 100% താരിഫ് ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് പരിമിതമായ ആഘാതം മാത്രമേ സൃഷ്ടിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പരോക്ഷമായ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും വിപണി വിദഗ്ധർ. താരിഫിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ മരുന്ന് കമ്പനികളിൽ നേരിട്ട് ഉടനുണ്ടാവില്ല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഇവ താരിഫ് പരിധിയിൽ വരുന്നതായി അമേരിക്ക പറഞ്ഞിട്ടില്ലെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 1 മുതലാണ് പേറ്റന്റുള്ളതും ബ്രാൻഡഡുമായ മരുന്നുകളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് ട്രംപിന്റെ തീരുവ പ്രാബല്യത്തിൽ വരിക. സൺഫാർമ, ഓറോബിന്ദോ, ബയോകോൺ തുടങ്ങിയവയ്ക്കാണ് അമേരിക്കയുടെ ബ്രാൻഡഡ് മരുന്ന് വിപണിയിൽ വിഹിതമുള്ളത്. ഇവയുടെ ഏതൊക്കെ വിഭാഗത്തിലെ മരുന്നുകൾ താരിഫ് പരിധിയിൽ വരുമെന്ന് വ്യക്തമല്ല. എങ്കിലും റഡാറിൽ നിർത്തേണ്ടത് ഈ കമ്പനികളാണെന്ന് നുവാമയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ജനറിക് മെഡിസിൻ ആണെങ്കിലും അസംസ്കൃത വസ്തുക്കൾ താരിഫ് വരുന്നതിനാൽ നേരിടേണ്ടി വരുന്ന ശക്തമായ പരിശോധനാ സംവിധാനം, മരുന്നുകളുടെ ഉത്ഭവ വിവരങ്ങൾ രേഖപ്പെടുത്തൽ തുടങ്ങിയ ചെലവുകൾ കമ്പനികൾക്ക് അധികമായി വരാം. ഇത് ഹ്രസ്വകാലത്തേക്ക് കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിച്ചേക്കാമെന്നും നുവാമ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പരോക്ഷമായ വെല്ലുവിളികളിൽ ജാഗ്രത പുലർത്തണമെന്നും വിപണി വിദഗ്ധരും വ്യക്തമാക്കി. താരിഫ് വലിയ തിരിച്ചടി ഉണ്ടാക്കില്ലെന്നാണ് ഇന്ത്യൻ ഫാർമ അലയൻസ് സെക്രട്ടറി സുദർശൻ ജെയിനും പ്രതികരിച്ചത്. ഇന്ത്യൻ കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്പെഷ്യാലിറ്റി ജനറിക് മരുന്നുകളിലേക്ക് താരിഫ് കടന്നുവന്നാൽ ആശങ്കയ്ക്ക് വഴിയുണ്ട്. ഇതാണ് അഷിക ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചിലെ നിരാലി ഷായും ഉദിത് ഗുപ്തയും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.